തൻ്റെ മേലെറിയപ്പെടുന്ന കല്ലുകൾ കൊണ്ട് വിജയം സൃഷ്ടിക്കുന്നവനാണ് യഥാർത്ഥ മനുഷ്യനെന്നാരോ പറഞ്ഞിട്ടുണ്ട്. ആളെ ഞാൻ ഓർക്കുന്നില്ലെങ്കിലും ഇവിടെ ഈ ചാനൽ തുടങ്ങുവാനുള്ള കാരണവും കുറച്ച് കല്ലുകളാണ്. ആ കല്ലുകൾ കൂട്ടിവെച്ച് ഞാൻ ഉണ്ടാക്കിയ വിജയത്തിലേക്ക് കടക്കും മുമ്പ് ഞാൻ ആരെയും വെറുക്കുന്നവനല്ല, ആരോടും ദേഷ്യമുള്ളവനല്ല, ഞാൻ ഒരു പ്രതികാരദാഹിയെയല്ല. പ്രണയത്തിലേക്ക് തന്നെ വീണ വീഴ്ചയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ചിലത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങൾ ഒരിക്കലും പ്രണയിക്കരുത് എന്നല്ല, പ്രണയത്തിൻ്റെ എല്ലാ മാധുര്യവും രുചിച്ചറിയുക എന്ന് മാത്രമാണ്. പ്രണയം മനോഹരമായ ഒരു അനുഭൂതിയാണ്. എത്ര കഠിനഹൃദയനായ വ്യക്തിയായാലും പ്രണയത്തിലേക്ക് തെന്നി വീണാൽ വായുവിൽ പതിച്ച പൂപ്പൻ താടി പോലെയാണ്. അവൻ ആരാലോ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രൂപമായി പിന്നെ മാറുന്നു. പ്രണയം മനോഹരമാണ്. ഇതൊരു പ്രണയിക്കാനുള്ള ക്ലാസ്സല്ല, പ്രണയിക്കുന്നവർക്കോ പ്രണയിച്ച് കഴിഞ്ഞവർക്കോ ഉള്ള മോട്ടിവേഷനല്ല. വാചക കസരത്ത് കൊണ്ട് ആളെ പിടിക്കുന്ന സോഷ്യൽ മീഡിയ സൈക്കോളജിസ്റ്റുകൾ എന്ന സൈക്കോകളെ പോലെയോ മോട്ടിവേഷൻ സ്പീക്കേഴ്സിനെ പോലെയോ പണമുണ്ടാക്കലല്ല എൻ്റെ ലക്ഷ്യം. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്, അറിവുകൾ പറയുകയാണ്. നേരം പോക്കിനായി മാത്രം നിങ്ങൾക്കിത് കേൾക്കാം. ഞാൻ സിദൂസ് ഖാൻ. ഇതിൻ്റെ ആദ്യ വീഡിയോ ആണ്, തുടക്കമാണ്. പക്ഷേ ഒരുപാട് പോരായ്മകൾ ഇതിലുണ്ടായേക്കാം, തെറ്റുകളുണ്ടായേക്കാം. തിരുത്തുവാനുള്ള പൂർണ്ണ അവകാശം നിങ്ങൾക്കുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് തൽക്കാലം നമുക്ക് തുടങ്ങാം. പ്രണയം മനോഹരമാണ്. ഇവിടെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് എന്താണ് പ്രണയം എന്നുള്ളതാണ്. മതവർഗീയവാദികളും പുരോഹിതന്മാരും ഒക്കെ ഇതിൻ്റെ ശാസ്ത്രീയ വശം പറഞ്ഞ് പഠിപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മൾ കേട്ടിരിക്കാം. പ്രണയത്തിൻ്റെ മനഃശാസ്ത്രം അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് പല മതഭ്രാന്തന്മാരും നമ്മളെ വഴിതെറ്റിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് അവരുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ നേർവഴി എന്നാണ് അവർ പറയുന്നത്. അതല്ല എന്ന് നമുക്ക് മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ലോകവിവരമുള്ള എല്ലാവർക്കും അറിയാം. താൻ ആരെ സ്നേഹിക്കണമെന്നും താൻ ആരെ പ്രണയിക്കണമെന്നും ആരോടൊപ്പം ജീവിക്കണമെന്നും തീരുമാനിക്കുന്നത് താനാണ്. അല്ലാതെ മതമല്ല, മതപുരോഹിതന്മാരല്ല, അവരുടെ കെമിസ്ട്രിയല്ല, നാടല്ല, നാട്ടുകാരല്ല, ബന്ധങ്ങളല്ല, ഞാൻ മാത്രമാണ്. അതിനെ ഭയക്കുന്നത് മതമായാലും ജാതിയായാലും നാടായാലും കാലമായാലും ബന്ധങ്ങളായാലും ഭയക്കുന്നത് തന്നെയേ ഇനിയും സംഭവിക്കൂ. പ്രണയം എന്നെന്നും നിലനിൽക്കും. അവരുടെ ചിന്താഗതി പൊളിഞ്ഞു വീഴും, മാറും. ഒരു ആണും പെണ്ണും തുനിഞ്ഞിറങ്ങിയാൽ ഹാലിളകാൻ മാത്രമുള്ള പവറെ ഇന്നും എന്നും മതത്തിനും ജാതിക്കും ദേശത്തിനും ഇങ്ങനെ എതിർപ്പ് കൽപ്പിക്കുന്ന ഓരോ സാധനത്തിനുമുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ പ്രണയത്തിൻ്റെ കെമിസ്ട്രി തേടിപ്പോകും. അവരുടെ കെമിസ്ട്രി വർക്കാകാത്തയിടത്ത് അവർ എതിർപ്പുകളുമായി വരും, വെട്ടും, കുത്തും, കൊല്ലും. അവിടെ തീരും അവരുടെ മതസൗഹാർദ്ദവും സ്നേഹവും മനുഷ്യസ്നേഹവും മാനവികതയും എല്ലാം തന്നെ. ഇങ്ങനെയുള്ളവരുടെ പ്രണയത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇങ്ങനെ പ്രണയത്തിൻ്റെ കെമിസ്ട്രി പറയുന്നവരുടെ പ്രണയത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. കൂട്ടിലടക്കപ്പെട്ട കിളികളും പാടും, സ്വതന്ത്രരായ കിളികളും പാടും. കൂട്ടിലടക്കപ്പെട്ടതിന് നമ്മൾ പഠിപ്പിക്കുന്നതാണ് പാട്ട്, മറ്റുള്ളവയ്ക്കതല്ല. പ്രണയിക്കുക, സർവ്വബന്ധങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞ് ഈ ലോകത്തെ തന്നെ അമ്പരപ്പിച്ച് നിങ്ങൾ പ്രണയിച്ച് പറന്നു വരിക. നിങ്ങളെ തടയാൻ ദുഷിത്വമില്ലാത്തവർക്കും മാത്രമേ കഴിയൂ. അപ്പോൾ എന്താണ് പ്രണയമെന്ന് ചോദിച്ചാൽ, കൂട്ടിലടയ്ക്കാൻ പാടുപെട്ടുന്നവർ പറഞ്ഞു തരുന്ന കെമിസ്ട്രി അല്ല പ്രണയം. ശരിയാണ്, അതിൻ്റേതായ ശാസ്ത്രീയ വശങ്ങളുണ്ട്, സയൻസ് ഉണ്ട്, ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് രണ്ട് മനുഷ്യർ എല്ലാ കെമിസ്ട്രിയും മറന്ന് കെമിസ്ട്രിയിലാകുന്ന ആ നിമിഷം, നമ്മൾ പ്രണയിക്കുന്ന നിമിഷം. അതെ, പ്രണയം മനോഹരമാണ്. ആ മനോഹാരിതയിലേക്കുള്ള ഒരു ചുവടുവെപ്പ് മാത്രമായി ഈ ഭാഗം നമുക്ക് കാണാം. ഇനിയും ഒരുപാട് വിശദീകരണങ്ങൾ അടങ്ങിയ മനോഹരമായ പ്രണയ കാവ്യങ്ങളെ ചാലിച്ചെഴുതിയ ഒരുപാട് ഭാഗങ്ങൾ നമുക്കിനി മുന്നോട്ട് പറയാനുണ്ട് അല്ലെങ്കിൽ കാണാനുണ്ട്. തൽക്കാലം ഇതിവിടെ നിർത്തുന്നു. ഇതൊരു തുടക്കമാണ് എന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. വീണ്ടും അടുത്ത ഭാഗത്ത് നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.